സുരേഷ് ചേട്ടന് എല്ലാവിധ ആശംസകളും അല്ലേ? വരും ഇവിടെ വരും വരും എന്തായാലും വീഡിയോ കാണുമ്പോ വരും. കൊറേ ആയല്ലോ പറയാനായിട്ട് വരും വരും എന്തായാലും വരും കേട്ടോ. ഇതൊക്കെ ജയിച്ചുകൊണ്ട് വരുമായിരിക്കും. ജയിച്ചുകൊണ്ട് കാണാൻ വന്നില്ല പിന്നെ ആരാണ് വരിക? നമസ്കാരം, എല്ലാവർക്കും ജിത്തു സേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് പാറുക്കുട്ടി അമ്മയുടെ കൂടെയാണ്. പാറുക്കുട്ടി അമ്മേനെ ഏകദേശം നമുക്കൊക്കെ അറിയാം, നമ്മളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. 100ാം വയസ്സിൽ ശബരിമലയ്ക്ക് പോയൊരു റെക്കോർഡ് പാറുക്കുട്ടി അമ്മയ്ക്കുള്ളത്. ഈ 100ാം വയസ്സിൽ ശബരിമലയ്ക്ക് പോയി എന്നതിലുപരി പാറുക്കുട്ടി അമ്മ വലിയൊരു ഫാനാണ് ആരുടെ? സുരേഷ് ഗോപി സാറിന്റെ. സുരേഷ് ഗോപി സാറിന്റെ പടം കാണാൻ തുടങ്ങിയ നാൾ തൊട്ട് ഭയങ്കര ഫാനാണ്. അപ്പൊ അമ്മയുടെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാല് സുരേഷ് ഗോപി സാറെ നേരിട്ട് കാണണമെന്നായിരുന്നു. അപ്പൊ നമ്മൾ ഈ 100ാം വയസ്സിൽ അമ്മ ശബരിമലയ്ക്ക് പോയ സമയത്ത് നമ്മളിത് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അമ്മ തന്നെ നേരിട്ട് പറഞ്ഞു. അന്ന് സുരേഷ് ഗോപി സാർ തന്നെ നമ്മുടെ പേജിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ എന്തായാലും അമ്മയെ കാണാൻ എത്തും. ആ സിനിമ ഡയലോഗിൽ തന്നെ ആ പഞ്ചിൽ തന്നെയാണ് അയച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വരാൻ കുറച്ച് പരിമിതികൾ, മോളുടെ കല്യാണമായി, ഇലക്ഷന്റെ തിരക്കായി, അങ്ങനെയൊക്കെ വരാൻ അദ്ദേഹത്തിന് പിന്നെ പരിമിതികളുണ്ടായി. 100 പ്രാവശ്യം അമ്മേനെ ശബരിമല ഉത്സവത്തിന് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ അന്ന് സാഹചര്യം വെച്ചാൽ പോകാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇനിയും അമ്മയ്ക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. എന്തായാലും ഒന്നില്ലെങ്കിൽ സുരേഷ് ഗോപി സാറിന്റെ അടുത്തേക്ക് ഞങ്ങളെത്തും, അല്ലെങ്കിൽ സാർ ഇങ്ങോട്ടെത്തും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോട് കൂടി തന്നെയാണ് സുരേഷ് ഗോപി സാർ തൃശ്ശൂര് പിന്നെ പിടിച്ചടക്കിയിട്ടുള്ളത്. അമ്മ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ വലിയൊരു കൊടി ഉയർത്തിക്കൊണ്ടാണ് അമ്മ ഇന്നത്തെ ഈ ദിവസം. നമുക്ക് അറിയാം, ഇന്ന് ജൂൺ 9 ഇന്ന് 7:15 നമ്മുടെ പിന്നെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അല്ലേ? അപ്പൊ ആ സമയത്തോടനുബന്ധിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ്, മഴക്കാറും മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെയാണ്. അപ്പൊ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ അമ്മ പങ്കുചേരുകയാണ്. അമ്മയാണ് ഇവിടുത്തെ കൊടി ഉയർത്തുന്നത്. ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി മൂന്നാനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മാനന്തവാടി ഹൈവേ ആണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കൊടി ഉയർത്താൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അതുപോലെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ. ഓക്കേ, അമ്മേ, അപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാറ് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. വളരെ സന്തോഷം ജയിച്ചല്ലേ. എനിക്ക് നൽകണം. സുരേഷ് ഗോപിയെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ എന്തായാലും ഇപ്പൊ സുരേഷ് ഗോപി സാറ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ്. അന്ന് നമ്മൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലക്ഷനായി, മോളുടെ കല്യാണമായി, അത് കഴിഞ്ഞ് ഓരോ തിരക്കിലായി. അപ്പൊ എന്തായാലും ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം അമ്മേനെ കാണാൻ എന്തായാലും എത്തും. ഈ വീഡിയോയും സാറ് കാണുമായിരിക്കും. ഇനി വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണും. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി അമ്മയാണ് നമ്മൾ പറഞ്ഞ ഈ മൂന്നാനക്കുഴി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ BJP പ്രവർത്തകരോടൊപ്പം കൊടി ഉയർത്തുന്നത് അമ്മയാണ്. വലിയൊരു മോട്ടിവേഷൻ ആണ് ഇന്ന് സുരേഷ് ഗോപി സാർ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം നമ്മളൊരു സംരംഭം എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയം മാത്രമല്ല എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ചവിട്ടിത്താഴ്ത്തുകൾ, ഇതൊന്നും ശരിയാവില്ല എന്ന് തന്നെ ചിലപ്പോൾ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ കണ്ട് നമ്മുടെ സ്കില്ല് നമ്മൾ അവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ക്ലച്ച് ആവില്ല. അത് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ആത്മവിശ്വാസം കൈവെടിയാതെ അവിടെ തന്നെ വർക്ക് ചെയ്ത്, ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്ത വിജയം പിന്നെ നിശ്ചയമാണ് എന്നുള്ളൊരു കാര്യത്തിലാണ് സുരേഷ് ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നുള്ളത്. എന്തൊക്കെ വിമർശനങ്ങളെ, എന്തൊക്കെ പരാതികളെ, ഒരു വിഷു കൈനീട്ടം കൊടുത്തതിന് വരെ വലിച്ചു കയറി പോസ്റ്റാക്കിയ ആളാണ് സുരേഷ് ചേട്ടൻ. അവിടുന്നൊക്കെ പിടിച്ചു കയറി ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ അതിഗംഭീരമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ചേട്ടൻ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ തരാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രവർത്തകരോട്, ഇവിടുത്തെ പ്രദേശവാസികളോട് നമുക്കും ചോദിക്കും. എന്താ ചേട്ടാ പേരെന്താ? രാജൻ. ഇവിടുത്തെ ചുമതല ഞാൻ BJPന്റെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയായിരുന്നു. ഈ അവസരത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാല് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി വലിയ ദേശശക്തികളായ ശക്തികൾ അണിനിരന്നിട്ടും ഈ രാജ്യത്തെ ദേശസ്നേഹികൾ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി, ഭാരതമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി BJPയെ അധികാരത്തിൽ വരിച്ചിരിക്കുകയാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്.
ഈ പ്രവർത്തനം ഒരു തോറ്റ് നിന്ന കാലത്തും BJP ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ BJPക്ക് വേണ്ടി പ്രവർത്തിക്ക് ഈ ദേശത്തിലെ ഈ രാജ്യത്തെ ഭരണം BJPയുടെ കയ്യിലെത്തിച്ച മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജയ് ഭാരത്. സുരേഷ് ഏട്ടൻ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. ഇത് BJPക്കാർ മാത്രമല്ല സുരേഷ് ഏട്ടന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തെ എല്ലാ പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളുടെ ഒരുപാട് വോട്ട് സുരേഷ് ഏട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഇനിയും ഒരുപാട് ഉയരട്ടെ. ഇതുവരെ സുരേഷ് ഗോപി ചേട്ടനെ വലിച്ചു കീറിയവരുടെ മുമ്പിലൂടെ തന്നെ വാനോളം ഉയരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അമ്മേ, സുരേഷ് ഏട്ടന് എല്ലാവിധ ആശംസകളും അല്ലേ. വരും ഇവിടെ വരും എന്തായാലും വീഡിയോ കാണുമ്പോ വരും. കൊറേ ആയല്ലോ പറയാനായിട്ട് വരും എന്തായാലും വരും കേട്ടോ. ഇതൊക്കെ ജയിച്ചുകൊണ്ട് വരുമായിരിക്കും. ജയിച്ചുകൊണ്ട് കാണാൻ വന്നില്ല പിന്നെ ആരാണ് വരിക? സന്തോഷം. അതെ. അപ്പൊ എന്തായാലും വരണമെന്ന് പറഞ്ഞേക്ക്. എന്തായാലും വരുമല്ലോ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തേക്ക്. എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തേക്ക്. അനുഗ്രഹം എല്ലാവർക്കും അനുഗ്രഹം. പിന്നെ എന്താ പറയുന്നത്, മറന്നു പോവാ അല്ലേ? അമ്മയുടെ ഒരു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെയാണ്. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും नरेंद्र मोदी के, अमित शाह के, सुरेश गोपी के